ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉത്തമ ബോധ്യത്തെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുകയുള്ളൂ എന്ന് നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ പറയുന്നത്, ഭവനത്തിൽ ഒരാൾ, എൻ്റെ ഒരു സുഹൃത്ത്, എക്സ് പട്ടാളക്കാരനാണ്. അതിലപ്പുറം ഒന്നും പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ ആളെ പേരൊന്നും. അദ്ദേഹം 5-8 വർഷമായിട്ട് എന്നെ കാണാൻ വരുന്ന ആളാണ്. അദ്ദേഹം ഒരു കടയിൽ പോയപ്പോൾ അവിടെ ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം കിംപുരുഷൻ, അത് ശത്രുദോഷം ഇല്ലാതാക്കാൻ വളരെ നല്ല സാധനമാണെന്ന് പറഞ്ഞു. ഇയാളത് സാധാരണ നിങ്ങൾ അമ്പലത്തിൻ്റെ മുമ്പിൽ കണ്ടു കാണും. അത് ഒരു വല്ലാത്തൊരു രൂപം, അതിനാണ് ഈ കിംപുരുഷൻ എന്ന് പറയുന്നത്. എല്ലാ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊക്കെ എപ്പോഴും എവിടെ നോക്കിയാലും കാണാം അത്. ഈ സാധനം അത് അമ്പലത്തിൽ വെക്കേണ്ട സാധനമാണ്. അതിന് എന്തൊക്കെയോ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളുണ്ട്, താന്ത്രിക വശങ്ങളുണ്ട്. അത് പിന്നെ എനിക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഭഗവതിക്ക് മുമ്പിൽ വെക്കുന്ന സാധനമാണത്. അതും രൗദ്രമൂർത്തികളുടെ മുമ്പിലാണ് അധികം കാണുന്നത്. ആ സാധനം ഇയാളൊരു സാധാരണ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുറത്ത് കെട്ടിത്തൂക്കി. അയാൾക്ക് രോഗം വന്നു. കഴിഞ്ഞ 1-1.5 മാസമായിട്ട് അയാൾ അസുഖബാധിതനാണ്. പൂർണ്ണാരോഗ്യവാനായ വ്യക്തിയായിരുന്നു. പെട്ടെന്നാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഇത് വെച്ചതിന് ശേഷമാണല്ലോ എന്നുള്ള ചിന്ത വന്നത്. ആ ചിന്ത വന്നപ്പോൾ വെള്ളിയാഴ്ച എന്നെ കാണാൻ വന്നു. അതിൻ്റെ ഫോട്ടോ ഒക്കെ എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇത് കിംപുരുഷനല്ലേ, ഇത് ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ലല്ലോ. വീട്ടിൽ വെച്ചത് തെറ്റായിപ്പോയി, ഉടനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എൻ്റെ അകത്ത് വെക്കാമെന്ന്, എൻ്റെ പൂജാമുറിയിൽ. അയാൾക്ക് അവിടെ പറ്റുന്നില്ലല്ലോ, അപ്പോൾ എൻ്റെ പൂജാമുറിയിൽ എനിക്ക് വെക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ദേവതയൊക്കെ വെച്ച് പൂജിക്കുന്നതല്ലേ. പക്ഷെ അന്ന് ഇയാളിത് കൊണ്ടുവന്നു. ഞാൻ പിന്നെ പുറത്തെ പിന്നെ നിങ്ങൾ വന്നവർ കണ്ടു കാണുമല്ലോ എൻ്റെ വീടിൻ്റെ അവസ്ഥ. അപ്പോൾ ആ ലിവിങ് റൂമിൽ ഞാനത് അവിടെ വെച്ചു. നാളെ കഴിഞ്ഞിട്ട് നല്ല സമയം നോക്കിയിട്ട് വെക്കാം അമ്മയുടെ മുമ്പിൽ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ മിനിഞ്ഞാന്ന് രാത്രി എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായി. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ താൽക്കാലികമായിട്ട് മാത്രം, നമ്മൾ ദേവീയ സ്ഥിരമായിട്ട് ഇതുള്ളത് കൊണ്ട് എന്ത് വന്നാലും എനിക്ക് തട്ടിത്തെറിച്ചങ്ങ് പോവും, അത് വേറെ കാര്യം. എൻ്റെ പൂച്ചക്കും വന്നു. അതാണ്, എനിക്കൊരു കുഞ്ഞോളെന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട്. ആ പൂച്ചക്കും ആകെ അസ്വസ്ഥയായിട്ട് അവളും. ശാരദ ഇത് കണ്ടുമില്ല, പിന്നെ അറിഞ്ഞുമില്ല. ഇത് ഞാനതിനെക്കുറിച്ചൊന്നും പറയാനും വിട്ടുപോയി. ശാരദക്കൊന്നും ഉണ്ടായില്ല. കാണാതെ കൊണ്ടാണോ അതോ പിന്നെ ഇത് പൂച്ച ചിലപ്പോൾ അതിൻ്റെ മുകളിൽ വന്ന് ഇരുന്നിട്ടുണ്ടോ ഒന്നും അറിയില്ല. അന്ധവിശ്വാസം പറയുന്നതാണെന്ന് വിചാരിക്കരുത്. അനുഭവങ്ങളല്ലേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതും സെൽഫ് ആയ
എക്സ്പീരിയൻസ്. മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് പറയുന്നതും നമ്മൾ നേരിട്ട് നമ്മളെ അനുഭവം പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഹലോ, എവിടെ നിന്നാണ്? പയ്യന്നൂരുന്ന്. പറഞ്ഞോളൂ. 4/6/2006. 2006. സമയം 11:35 PM. രാത്രി. രാത്രി. ഉത്തര നക്ഷത്രം. ആരുടേതാണ്? മകളുടെ. എന്താണ് അറിയേണ്ട വിഷയം? വിദ്യാഭ്യാസം, ജോലി. വിദ്യാഭ്യാസം, ജോലി. നല്ല വിദ്യ തന്നെയല്ലേ ഇപ്പോൾ അഭ്യസിക്കുന്നത്? ഇപ്പം എഞ്ചിനീയറിംഗിന് സെക്കൻഡ് ഇയർ. അതെ. പിന്നെ എന്താണ് അത്? നല്ല ബുദ്ധിയുള്ള അല്ല, അത് സമയത്തിൻ്റെതാണ്. നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയാണ്. അപ്പോൾ ആ ദശ 2021 തുടങ്ങി 28 വരെയുണ്ട്. ഇനിയും 3 കൊല്ലം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ദോഷമാണ്. ആ ദശ കഴിയുന്നതുവരെ അത് നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയായതുകൊണ്ട്, പിന്നെ ഇത് യുഗ്മരാശിയിലായതുകൊണ്ട് ഭദ്രകാളിയെയാണ് നമ്മൾ പിന്നെ പോയി കണ്ടിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മാടായിക്കാവിലൊക്കെ പോകുന്നതൊക്കെ വളരെ നന്നാവും. അഗ്നിമാരുതി യോഗവും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടും ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാവും. രക്തസംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ അനാവശ്യമായ ഭയം, ഇതൊക്കെ അവൾക്കുണ്ടാവും. ഇതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതകളാണ്. ഏത് കാര്യത്തിന് പോയാലും തടസ്സം വല്ലാണ്ട് ആദ്യമില്ല. അതും ഇതിൻ്റെ ഭാഗം തന്നെ. പക്ഷെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, ഭാവിയുള്ള കുട്ടിയാണ്. പിന്നെ ഒരു ഗ്രഹങ്ങളുടെ അതൊക്കെ 100%. ഇപ്പോഴുള്ള ഈ ഒരൊറ്റ താൽക്കാലികമായ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാഹുദശയിൽ നല്ല സൗഭാഗ്യങ്ങളുണ്ടാവും. അതൊക്കെ അതിൻ്റെ പാടിന് നടന്നുള്ളൂ. അതൊന്നും നിങ്ങൾ തലമുണ്ടാക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പം പെൺകുട്ടിയൊക്കെയല്ലേ ഇപ്പം ഇവിടെ ഇന്നലെയോ മറ്റോ ഒരു വാർത്ത ഞാൻ വായിച്ചു. പയ്യാവൂർ രജിസ്റ്റർ ചെയ്ത് നോക്കുമ്പോൾ 1500 ആണുങ്ങൾ വന്ന് 200 പെണ്ണുങ്ങളെ ഉള്ളൂ. വിവാഹത്തിന് വേണ്ടി പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യിച്ചതാണ്. അപ്പോൾ അത് 1500 ആണുങ്ങൾ ആണുങ്ങളെ രജിസ്ട്രേഷൻ നിർത്തിവെച്ചു. 1500 ആണുങ്ങൾക്ക് 200 പെണ്ണുങ്ങളെ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? അപ്പോൾ ഈ പെണ്ണിനല്ലേ ഇപ്പോൾ ഡിമാൻഡ് മൊത്തം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ മകനുണ്ടെങ്കിൽ അവൻ്റെ കാര്യം ആലോചിച്ച് തലകുണ്ണാക്കിയാൽ മതി. അല്ല, ഇത് പയ്യാവൂർ പഞ്ചായത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. വാർത്തയിൽ ഇന്നലെ ഞാൻ വായിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നലെയോ മിനിഞ്ഞാന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ പഞ്ചായത്തിൻ്റെ വക രജിസ്ട്രേഷൻ നടക്കുകയാണ്. വിവാഹം നടക്കുന്നില്ല എന്നുള്ള പരാതി കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി പഞ്ചായത്ത് നേരിട്ട് തന്നെ അത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് 1500 ആണുങ്ങൾ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ പെൺകുട്ടികൾ 200 പെണ്ണുങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇത് പിന്നെ ഞാൻ തമാശ പറയുന്നില്ല, ഇത് കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ എവിടെയും ആണിന് പെണ്ണിനെ കിട്ടാനില്ല. പെണ്ണ് ഭയങ്കര സൂപ്പറാണ്, പെണ്ണിനിപ്പം ഭയങ്കര ഡിമാൻഡ്. അതുകൊണ്ട് മകളെ വിവാഹത്തിൻ്റെ കാര്യമൊന്നും എനിക്ക് എന്ത് ജാതകമായാലും നടക്കും. ഇപ്പം ഒരു കല്യാണം കഴിച്ചില്ലാണ്ട് കുട്ടികളുള്ളതിനും പ്രശ്നമില്ലല്ലോ. അത് സത്യമല്ലേ ഞാൻ പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, അല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മകളെ വിവാഹത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മറ്റേ കാര്യത്തിൽ ഈ പറയുന്ന പോലെ ഇതിന് പരിഹാരങ്ങളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. നല്ല ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ്. ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയിലും മറ്റൊക്കെ ഇതൊക്കെ മറികടന്ന് അവൾ മുമ്പോട്ട് പോവുകയും വലിയ രൂപത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അതിനെക്കുറിച്ചൊന്നും യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ടതില്ല. അതൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ് ഈ ജാതകത്തിൽ. ഭാവി വളരെ ശോഭനമായിട്ടാണ് ഞാൻ കാണുന്നത്.
ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായ. ആ ഓക്കെ, വേറെ പരിഹാരം വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്തരം വസ്തുക്കളെ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ, ഇതിനു മുമ്പേ എനിക്കിതേപോലെ ആ സംഭവം ഞാനൊരു തവണയുടെ പറഞ്ഞിരുന്നു. അത് ഞാനൊരു വീട്ടിൽ മകൻ മരിച്ചപ്പോൾ വീട്ടിൽ പോയ കഥ. 24 വയസ്സുള്ള മകൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. 5-8 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ ഞാനവിടെ ചെന്നു. അവർ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരാണ്. ചെന്ന് നോക്കി ഒന്ന് വെറുതെ ഒന്ന് പോയ സ്ഥിതിക്ക് മരിച്ചത് ഞാൻ അറിഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ മെല്ലെയാണ് പോയത്, പോലെയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെയാണ് പോയത്. അവരും ഒന്ന് ശാന്തരായിക്കോട്ടെ, ഒറ്റ മകനൊക്കെ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഏതൊരു സ്ത്രീക്കും താങ്ങാൻ പറ്റാതെയാണല്ലോ. അപ്പോൾ അവരും ഒന്ന് ശാന്തയാവട്ടെ എന്ന് ഞാനും വിചാരിച്ചു, മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ട് പോകാം. അങ്ങനെ ഞാൻ ഭാര്യയെയും കൂട്ടി അവരുടെ അടുത്ത് പോയി. അവരെ പോയി കണ്ടപ്പോൾ, ഏതായാലും ഞാൻ ഏത് വീട്ടിൽ പോയാലും പൂജാമുറിയിൽ കയറും. പൂജാമുറിയിൽ കയറി നോക്കുമ്പോൾ ഒരു ആമയുടെ പുറത്തൊരു മേരു. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണിത് വാങ്ങിയത്? അതിങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ട് 250 ഉറുപ്പ്യക്ക് മേടിച്ചതാണ്. മേരിചക്രം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് മേരിചക്രത്തിൽ ഗുരുതി തർപ്പണവും അടക്കമുള്ള നിവേദ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പൂജ നടത്തുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത് വിധി തെറ്റിയ എന്തോ ഒരു മെറ്റൽ, അതുകൊണ്ടാണ് അവരുടെ മകൻ മരിച്ചുപോയി എന്നല്ല ഞാൻ പറയുന്നത്. അവന് അഷ്ടമാധിപൻ്റെ ദശയായിരുന്നു. അഷ്ടമാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുന്നു. വേറെയും ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജാതകം ഞാൻ കണ്ടതാണ്. ഞാനത് അവരോട് പറഞ്ഞില്ല. അല്പായുസ് യോഗം പൂർണ്ണമായിരുന്നു ആ ജാതകത്തിൽ. അങ്ങനെ രഹസ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നു. അതിനെ അപൂർവ ചിലർ മറികടന്ന് പോകുന്നുമുണ്ട്. അല്പായുസ് യോഗം മാക്സിമം പോയ 32 വയസ്സാണ് കിട്ടുക. അപ്പോൾ ഇത് പൂർണ്ണമായ അല്പായുസ്, അതിന് വേറെയും കുറേ ലക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പകുതി പഠിച്ചവരുള്ള ഈ നെറ്റ് കയറി ജ്യോതിഷം പഠിച്ചവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ സ്വന്തം ജാതകത്തിൽ പിന്നെ അഷ്ടമാധിപൻ കേന്ദ്രം എന്നെല്ലാം പറഞ്ഞിട്ട് പേടിക്കാൻ തുടങ്ങും. അങ്ങനെയല്ല, അതിന് വേറെയും ഒരുപാട് ഘടകങ്ങൾ ഒത്തുവരാനുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ ആ അല്പായുസ് യോഗം അവിടെ പറഞ്ഞുകൂടൂ. അത് പിന്നെ ശീതരശ്മി യോഗം എന്ന് പറഞ്ഞൊരു യോഗം ഉണ്ടല്ലോ, 1 വയസ്സിലിടക്ക് മരിച്ചു പോകുന്നത്. അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് ജ്യോതിഷത്തിൽ. ആ യോഗങ്ങൾ വലിയ പ്രാധാന്യവുമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇത് അങ്ങനെ യോഗമുള്ളൊരു കുട്ടിയാണ്, ചെറുപ്പക്കാരൻ. ബൈക്ക് കൊണ്ട് പോസ്റ്റിനടിച്ചിട്ടാണ് മരണം. ഈ പോസ്റ്റിനടിച്ച് മരിച്ചു. പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വൃത്തികെട്ട വസ്തു, മേരുചക്രം എന്ന് പറയുന്ന പവിത്രമായ ദേവിയുടെ പ്രതീകമായിട്ട് പറയുന്ന ശ്രീചക്രം, മേരുചക്രം എന്നൊക്കെ പറയപ്പെടുന്ന അതിൻ്റെ വിധിപ്രകാരം കൊത്തി ഉണ്ടാക്കേണ്ട സാധനമാണത്. അത് വേറെയും ചില വീട്ടിൽ വെച്ചിട്ട് എത്രയോ ആ വലിയ സമ്പന്നതയിൽ നിന്നും പൊളിഞ്ഞുപോയ ആളെയൊക്കെ എനിക്കറിയാം. അതും തെറ്റായ രൂപത്തിലുള്ള ശ്രീചക്രം വെക്കുക, അതും വെച്ചിട്ട് അയാൾ ഗൾഫിലേക്ക് പോയി. അയാൾ അവിടെ കോടീശ്വരനായിരുന്നു, ഇവിടെ എല്ലാം തകർന്നു പോയി. ഇത് ഞാനൊക്കെ വെച്ചിരിക്കുന്ന ചെറിയ ശ്രീചക്രമാണ്. എന്നിട്ട് പോലും അതിന് എല്ലാ നിവേദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അഭിഷേകം അങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ. എന്തോ ഒരു നിയോഗം പോലെ ആരും ഇത് അങ്ങനെ ആയി വന്നു. മൂകാംബികയായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ആയി തീർന്നത് ഞാൻ. ഏതായാലും എനിക്കിന്ന് വരെ എന്നെ കാത്തിരക്ഷിക്കുന്നത് ഈ ഏത് ആപത്തിൽ നിന്നും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മളത് പറയാൻ പാടുള്ളൂ, അല്ലേ പറയരുത്. ഇപ്പം വിശ്വാസമില്ലാത്തവർ വേണ്ട, വിശ്വസിക്കേണ്ട. ചില ആളുകൾക്ക് ഇത് മുഴുവൻ, ഞാൻ ഈ പറയുന്ന മുഴുവൻ വിഡ്ഢിത്തരമായിട്ടും ഫീൽ ചെയ്യും.
ഇയാൾ എന്തോന്ന് ഈ കാലത്തും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമല്ലേ, എൻ്റെ അനുഭവം എനിക്ക് പറഞ്ഞുകൂടെ? അതെങ്ങനെയാണ് തെറ്റാവുക? നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ എൻ്റെ കുഴപ്പമാണോ? നിങ്ങൾ എല്ലാവരുമല്ല, നിങ്ങളിൽ ചിലർക്ക് ഇതൊന്നും അത്ര ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അത് എന്നും അങ്ങനെ ആയിരുന്നല്ലോ. ലോകമുള്ള കാലത്ത് മുതലേ ഉണ്ടല്ലോ ചാർവാക മഹർഷി. മഹർഷിയായിരുന്നു, പക്ഷേ സംഖ്യാശാസ്ത്രത്തിൻ്റെ ആള്. ആ സംഖ്യാശാസ്ത്രത്തിനകത്തൊന്നും അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് എംഗൽസിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അതിൽ നിന്നാണ് എംഗൽസ് രൂപപ്പെടുത്തിയതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ മാർക്സും എംഗൽസും മൂലധനം, ദാസ് ക്യാപിറ്റൽ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതൊക്കെ വലിയ വലിയ വർത്തമാനങ്ങളാണ്. അപ്പോൾ അത് എംഗൽസിൻ്റെ മേശപ്പുറത്ത് ഈ പുസ്തകം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഈ ചാർവാക മഹർഷിയുടെ സംഖ്യാശാസ്ത്രത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് അജ്ഞാതമായത് പലതും ഉണ്ട്. അപ്പം അയാളെയും പിന്നെ നമ്മൾ മഹർഷിയായിട്ട് തന്നെയാണ് കണ്ടത്. ചാർവാകനെ നിരീശ്വരവാദിയായിരുന്നു. അതുകൊണ്ട് ഈ ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കൈവഴികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ വ്യത്യസ്ത ശാഖകൾ, അതൊക്കെ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. വലിയ വലിയ കാര്യമായതുകൊണ്ട് നമുക്കത് വിടാം. ഏതായാലും നമ്മൾ പ്രകൃതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം എൻ്റെ ഈ അനുഭവത്തിൽ ഈ കിംപുരുഷൻ എന്താണ് സംഭവം? അത് നെഗറ്റീവാണ്. അതിനെ ഇന്ന് ഞാൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വന്നിട്ട് എന്നിട്ട് ഇവിടെ തടസ്സം വന്നില്ലേ? അതിന് തൊട്ടുകൂടാന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് തൊടാനേ പാടില്ല സാധനമാണ്. എനിക്ക് ഇത്രയും ഉപാസകനായ എനിക്കിതാണ് അനുഭവമെങ്കിൽ ആ മനുഷ്യൻ കിടപ്പിലായതിന് അത്ഭുതമുണ്ടോ? പാവം എഴുന്നേറ്റു. ഏതായാലും ഇനി അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും മാറും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് കടലിലേക്ക് വിട്ടല്ലോ, ഇനി അത് വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ട് ആരോഗ്യം കിട്ടട്ടെ. രാജ്യം കാത്ത പട്ടാളക്കാരനല്ലേ, അപ്പോൾ അത് അവരോട് എനിക്ക് ഭയങ്കരമായ മതിപ്പും ബഹുമാനവുമാണ്. നമ്മളൊക്കെ ഇവിടെ കിടക്കുന്നത് തന്നെ അവരവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് പട്ടാളക്കാരനെ ബഹുമാനിക്കണം. നമ്മളെ രാജ്യത്തിലുള്ള പലർക്കും ആ വിചാരമൊന്നുമില്ല. അയാളെ പണിയല്ലേ എടുക്കുന്നത്. ശരിയാണ്, പണി തന്നെയാണ് എടുക്കുന്നത്, പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ പിന്നെ സേനയിൽപ്പെട്ടവരെ ഞാനൊക്കെ ബഹുമാനിക്കുന്നത്. അതുകൊണ്ടാണ്. അത് വെറുതെ ഭംഗി വാക്ക് പറയുന്നതല്ല. അത് എന്നെ അറിയുന്നവർക്കറിയാം, അവർക്കറിയാം ഞാൻ അവരാര് വന്നാലും അവരോട് വളരെ മര്യാദയോടുകൂടിയും റെസ്പെക്റ്റോടുകൂടിയും മാത്രമേ സംസാരിക്കാറുള്ളൂ, പെരുമാറാറുള്ളൂ. എല്ലാവരോടും അങ്ങനെ തന്നെ, എന്നാലും അവരോട് കുറച്ച് കൂടുതലാണ്. യാഥാർത്ഥ്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പള്ളിക്കുന്നാണ്. പള്ളിക്കുന്ന്, പറഞ്ഞോളൂ. 1997 1997 ഡിസംബർ 14. സമയം 10:30 രാത്രി. മകീര്യം. ആ ശരി. ആരുടേതാണ്? അത് മരുവാന്റെയാണ്. എന്താണ് മരുവനെ കൊണ്ട് അറിയാനുള്ളത്? കല്യാണത്തിൻ്റെ ഉള്ള അറിയാനേ. ഭയങ്കര മരുവന് ഭയങ്കര സൂപ്പർ ടൈമല്ലേ. എന്നിട്ട് എന്താണ് കല്യാണം? ഇനി ശരി, കല്യാണം ചെറിയ ആ പ്രായമല്ലേ ഉള്ളൂ. ഈ അടുത്ത 7 മാസത്തിനുള്ളിൽ കല്യാണം നടത്തുന്നതാണ് നല്ലത്. 7 മാസം, അതായത് ഇനി 10-11 മാസമുണ്ട്. 11 മാസമുണ്ട്. അതിനുള്ളിൽ അതിനുള്ളിൽ നടത്തുന്നതാണ് നല്ലത്. പോയില്ല ഇതുവരെ. പിന്നെ പോകാൻ പറയൂ. നോക്കണ്ടേ? പിന്നെ അല്ല, ഇന്നിപ്പോ ഇതെല്ലാരും ഹോട്ട് ലൈനിൽ വലിച്ചിട്ടല്ലേ കല്യാണം. ഇതെന്താ ഇവൻ വലിക്കാൻ അറിയില്ല തോന്നില്ലേ?
ഒരുത്തൻ ലൈന് കൂടുതൽ വലിച്ചിട്ട് തെണ്ടിപ്പോയിട്ടാണ് ഉള്ളത്. അത് അങ്ങനെ വലിക്കാനും പോരുത്. ഒരു ലൈനെല്ലാം വലിക്കാൻ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെറുപ്പക്കാരും ഇപ്പം അങ്ങനെയല്ലേ കല്യാണം. ഇവൻ നിങ്ങൾ ഈ മരുവൻ നല്ല യോഗ്യനാണല്ലോ, എന്തുകൊണ്ടും. അതെ അതെ, അതാ പറയുന്നത്. അതുപോലെ ആളും നല്ല എടുപ്പുള്ളവനാണ്, നല്ല പെരുമാറ്റക്കാരനാണ്, നല്ല ആണത്തമുള്ളവനാണ്. എന്നിട്ടെന്താണ് ഇവൻ ഇങ്ങനെ? നിങ്ങളൊന്ന് അമ്മായി ഒന്ന് ഉപദേശിച്ചു കൊടുക്കും. അമ്മായി ഒന്ന് ഉപദേശിക്കോ അവനെ. മരുവനെ നീ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഇന്ദുലാൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ ഒന്ന് ലൈനാക്കടാന്ന് പറയും. എന്നാ വേഗം നടക്കും. എന്താ ചെയ്യാ? ഇതിപ്പോ ഞാൻ ഉള്ള സത്യം ഉള്ള പോലെ പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണം 90% ഇപ്പം നടക്കുന്നതൊക്കെ അങ്ങനെയാണ്. എന്തോ ഈ പെണ്ണ് കാണാൻ പോകുന്നതൊന്നും ഭയങ്കര പിന്നെ ഇപ്പം പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. എന്താണെന്നറിയാം. പിന്നെ എന്താണ് ഇങ്ങ് വരണ്ടെന്നൊക്കെയാണ് പെൺപിള്ളേർ പറയുന്നത്. എന്നോടൊരു അച്ഛൻ പറഞ്ഞു മോള് വീട്ടിൽ കയറ്റാൻ വിടുന്നില്ലെന്ന്. അപ്പോൾ അത് കാലം പോയ പോക്കേ. പണ്ടൊക്കെ ഒരു ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ 12 ആണിൻ്റെ മുമ്പിലെങ്കിൽ ഒരു പെണ്ണ് പോയി നിൽക്കേണ്ടി വരും. അതെ, നിങ്ങളെല്ലാം കാലത്ത് അങ്ങനെയല്ലേ അമ്മായി? അമ്മായിക്ക് ഓർമ്മയില്ലേ? അമ്മായിനൊക്കെ പെണ്ണ് കാണാൻ വന്ന് അവസാനം ഈ അമ്മാവൻ വന്ന് കുടുങ്ങി അല്ലേ? അപ്പോ എന്തോ ആട്ടെ, അദ്ദേഹം എന്നെ അടിക്കുവോ, തല്ലാൻ വരുമോ? ശരി. അപ്പൊ ഏതായാലും ഇവന്റെ സമയം സൂപ്പറാണ്. ഇവനിപ്പം വലിയ ഉയർച്ചയും വളർച്ചയും ഒക്കെയാണ് ഞാൻ കാണുന്നത്. ജ്യോതിഷം പറയുമ്പോൾ അത് പറയണമല്ലോ. ഇവൻ കളിച്ചതെല്ലാം കളിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവനോട് ധൈര്യസമേതം എന്ത് പ്രവൃത്തിയിലേക്ക് കളിച്ചാലും ഇപ്പം ശരിയാവുമെന്ന് പ്രത്യേകം പറയുക. അയാളുടെ കാലമാണിത്. അപ്പൊ അതുകൊണ്ട് അതുപോലെ അതെ, അമ്മയോട് പറയുക ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ദുലാല് പറഞ്ഞ അപ്പീലില്ല എന്ന് പറഞ്ഞേക്കൂ. അതിപ്പോ ഞാൻ പറഞ്ഞതൊന്നും തെറ്റില്ലല്ലോ. അത് മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. അത്രയും കാര്യങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. മറ്റേത് നമ്മളെ ചിരിയും കളി അത് വേണം, അത് വേറെ വിഷയം. മറ്റേ ഗൗരവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ കണക്കിലെടുക്കണം. നോക്കുന്നതാണ് നല്ലത്. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പോസിറ്റീവായതും നെഗറ്റീവായതും സാധനങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ ഉടനെ തന്നെ ആ സാധനം ഇങ്ങോട്ട് മേടിച്ച് വെക്കരുത്. സത്യം പറഞ്ഞാൽ പൂജിക്കാനൊന്നും കഴിയില്ലെങ്കിൽ മെറ്റലിൻ്റെ ഒരു വസ്തുവും വീട്ടിലൊന്നും വെക്കാതിരിക്കുകയാണ് നല്ലത്. അതേസമയം മറ്റേ പൾപ്പ് കൊണ്ടുണ്ടാക്കിയതോ അല്ലെ ചിത്രമോ വെക്കുന്നതിന് കുഴപ്പമില്ല. പൂജിക്കാനൊന്നും കഴിയില്ലെങ്കിൽ പലർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ മുന്നിൽ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചൈതന്യം വർദ്ധിക്കും. ഇതിനൊന്നും സയൻറ്റിഫിക്കായിട്ട് തെളിവൊന്നും തരാൻ പറ്റില്ല. അനുഭവം തന്നെയാണ് ഇതിനൊക്കെ ആകെയുള്ള ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ആയിരങ്ങളുമായിട്ടുള്ള ചർച്ച, അവരുടെ അനുഭവങ്ങൾ, സ്വന്തം അനുഭവങ്ങൾ, മറ്റ് ദൈവിക കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം, ഇതൊക്കെ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള കഴിവെനിക്കുണ്ടായത്. അപ്പോൾ ഇപ്പം പണത്തിന് വേണ്ടി മാത്രം അതേപോലെ അത്തരം വ്യക്തികൾ വന്ന് വീട്ടിൽ ഇതിൻ്റെ ഉപാസനാബലമൊന്നുമില്ലാതെ ആളുകൾ വെറും പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെയോ പൂജകൾ ചെയ്യുന്നു. അതും ഈ ശരിയല്ലാതെ വ്യക്തി വന്ന് വീട്ടിൽ വന്നിട്ടും മണിമുട്ടി പൂജ നടത്തിപ്പോയാൽ അത് അവിടെ തിരിച്ചടിയാണ് ഉണ്ടാവുക. അപ്പോൾ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ള നല്ല കൃത്യമായിട്ട് ഇത് വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കലികാലത്തിൻ്റെ മൂർധന്യമാണ്. എല്ലാ മേഖലയിലും കള്ളനാണയങ്ങൾ കൂടിപ്പോയി. അല്ലെങ്കിൽ ഈ പട്ടാളക്കാരനോട് ഇത് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ കിംപുരുഷൻ, അതും ഇങ്ങനെയുള്ള മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇയാളോട് പറഞ്ഞത്, നിങ്ങൾ കിംപുരുഷനെ അങ്ങ് തൂക്കിക്കോ. കേക്ക്
കേൾക്കേണ്ട താമസം അയാൾ പോയിട്ട് മേടിച്ചിട്ട് തൂക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലെങ്കിലും അത് പറ്റുമെന്ന്. കാരണം വീട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വന്ന് നിങ്ങൾ കണ്ടവർ ആയിരക്കണക്കിന് ആളുണ്ടല്ലോ, എൻ്റെ പൂജയ്ക്ക് ഇരുന്നവർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഞാൻ അത്രമാത്രം രൂപത്തിലാണല്ലോ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഫേസ്ബുക്കിലൂടെയും മറ്റൊക്കെ എൻ്റെ റീല് കാണാതെ ആളൊക്കെ കുറവായിരിക്കുമല്ലോ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആയിരക്കണക്കിന് ആൾ അവിടെ വരാത്തവരും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും പറ്റില്ല. അപ്പോൾ അതിന് നിർമ്മാണ പിഴവും ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ അവിടെ വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉപയോഗിച്ച മെറ്റൽ കൃത്യമായ ശരിയായ മെറ്റലായിരിക്കില്ല, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കാം അവരെന്ത് മെറ്റലും ഉപയോഗിക്കും അത്തരക്കാരും. തൃശ്ശൂരിൽ നിന്നല്ല, ഈ ഉത്തർപ്രദേശിൽ നിന്നും മറ്റൊക്കെ വരുന്ന ഇത്തരം വസ്തുക്കളുണ്ട്. ഓട് എന്ന് പറയുമെങ്കിലും അത് ഓടൊന്നുമല്ല. നമ്മൾ ബ്രാസ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരുന്നത് ഒക്കെ കൃത്രിമമുള്ള മെറ്റലുകളായിരിക്കും. അത്തരം വൃത്തികെട്ട വസ്തുക്കളെ കൊണ്ട് ഉരുക്കി ഉണ്ടാക്കുന്ന ഈ ഗുജിലിയിലും മറ്റൊക്കെ ആളുകൾ കൊണ്ടേ കൊടുക്കുന്നതൊക്കെ ഉരുക്കിയിട്ട് വിളക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങത്തരം വിളക്കെല്ലാം കത്തിച്ചാൽ തന്നെ പോയി വീട്. ഒരു കോളുണ്ട്, ഞാൻ ശേഷം ഇതിലേക്ക് വരാം. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അഞ്ചരക്കണ്ടി, പറഞ്ഞോളൂ. 14/8/2009. 14/8/2009 5:47 വൈകുന്നേരം. കാർത്തിക നക്ഷത്രം. വിദ്യാഭ്യാസം, മുന്നോട്ടുള്ള ഭാവി. വിദ്യാഭ്യാസം മെയിന്. എല്ലാവർക്കും വിദ്യാഭ്യാസം മെയിൻ തന്നെ. ഇത് വലിയ ആഗ്രഹങ്ങളാണ്, അത് മുന്നോട്ട് പഠിക്കാൻ പറ്റും. ആരാണ്? മോള്. ഓക്കെ. അമ്മമ്മയാണ് വിളിക്കുന്നത്. അതെ, അമ്മമ്മയാണ്. എന്താണ് അവളെ ആഗ്രഹം പോലെ? അവളിപ്പോൾ എന്താ ഡോക്ടറാണ് പറയുന്നത്? എന്താണ് പറയുന്നത്? സാറ് പറഞ്ഞ പോലെ തന്നെ. ശരി, ഡോക്ടർ ആവട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, നമ്മൾ സാമ്പത്തികം ആഗ്രഹം പോലെ മുന്നോട്ട് പോകും. അല്ല, അത് അവൾ അതിനു വേണ്ടി ഉത്സാഹം കൂട്ടണം, സാമ്പത്തികമായിട്ട് ഉയർന്നു വരണം പിന്നെ എന്നുള്ള വിചാരവും, അല്ലെ പേരെടുക്കണം, അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ രംഗത്ത് കളിക്കണം എന്നൊക്കെ. അവൾക്ക് പൈസയില്ല, അവൾ അച്ഛൻ്റെ അടുത്ത് പൈസയില്ല, അവൾ കൂടുതൽ അധ്വാനിച്ചിട്ട് പൈസ ഇല്ലാണ്ട് പഠിച്ചു നേടാൻ അവൾക്ക് കഴിയട്ടെ, അത് കഴിയട്ടെ. ഇപ്പം ജാതകം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭാവിയിൽ പണക്കാരിയാകാനും യോഗമുണ്ട്. പിന്നെ നീചഭംഗ രാജയോഗമുള്ള ഇതാണ്. നീചഭംഗ രാജയോഗം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അവസ്ഥയിൽ നിന്നെല്ലാം വലിയ ഉയരത്തിലേക്ക് പോകുമെന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ടേ, പിന്നെ ശ്രദ്ധിച്ചാൽ വളരെ നല്ല ഉയർച്ചയിലേക്ക് പോകുന്ന ഇതാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പം നടക്കുന്ന ദശയൊന്നും അത്ര നല്ലതല്ല. അതുകൊണ്ട് പിന്നെ വളരെ ശ്രദ്ധിക്കാനൊക്കെ പറയണം. ചൊവ്വാദശയാണ്, അത് 2027 വരെ ഉണ്ട്. അതിനുശേഷം സർപ്പദശ വരുമ്പോൾ കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ 2-3 കൊല്ലം കൂടി വളരെ പിന്നെ ഈ കരണ്ടും തീയൊക്കെ തൊടുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാൻ പറയണം. അതുപോലെ വല്ല പാത്രമൊക്കെ എടുത്ത് വെക്കുമ്പോഴൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറയണം. പൊള്ളിയിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായി പോകും. ഭാവി ശോഭനമാണ്. അവളെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാനും ദേവിയോട് പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, പിന്നെ ഏതൊരു കാര്യവും നമ്മൾ എടുത്തു ചാടി ദൈവിക വിഷയങ്ങളിൽ നിങ്ങൾ ആരും തന്നെ പ്രവർത്തിക്കാൻ പാടില്ല. ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. എന്നെപ്പോലും അസ്വസ്ഥനാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ തരത്തിലുള്ള ഉപാസന എനിക്കുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതൊന്നും പുറത്ത് പറയാൻ പാടില്ല. ആയുർവിത്തം, ഗൃഹഛിദ്രം, മന്ത്രം, ഔഷധ സംഗമം, ദാനം, മാനാവുമാനം ച ഗോപ്യം നവമി ഭാരത എന്ന് പറയുന്ന പോലെ പിന്നെ
ഏത് മന്ത്രമാണ് ജപിക്കുന്നതെന്നൊന്നും ആരോടും പറയാൻ പാടില്ല. അഥവാ ആരെങ്കിലും ശിഷ്യന്മാർക്ക് മാത്രം പകർന്നു കൊടുക്കേണ്ട സാധനമാണത്. അത് പബ്ലിക്കിൽ പറയേണ്ട കാര്യങ്ങളേ അല്ല. ഏതായാലും ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ നിന്നു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ദേവതകളുടെ അനുഗ്രഹം എനിക്കില്ലെങ്കിൽ ഇത്രയും ദീർഘമായൊരു പീരീഡ് ഒരേ കട്ടക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ അതും അത്ഭുതകരമായൊരു ജീവിതം നയിച്ചുകൊണ്ട് തെളിവാണല്ലോ, അതെല്ലാം മനുഷ്യൻ്റെ മുമ്പിലുള്ള സത്യങ്ങളാണല്ലോ. അത് സാധിക്കില്ലല്ലോ. അങ്ങനെ ആ മറ്റൊരു ശക്തിയുടെ അനുഗ്രഹമില്ലെങ്കിൽ പൂക്കുറ്റി പോലെ മേലെ പോയി അതേപോലെ തന്നെ കത്തിയങ്ങ് വരുന്ന കാണുന്നില്ലേ പലരും. എത്ര വേഗമാണ് പ്രസിഡൻ്റ് ആവുന്നു, MLA ആവുന്നു, ബും തീർന്നു. അങ്ങനെ അത് ദൈവിക ശക്തിയുള്ള ആളുകൾക്ക് അവരുടെ കഥ വേറെയാണ്. അവരെ കാത്തുരക്ഷിക്കുന്നത് മറ്റൊരു ഇതാണ്. അത് വാക്കുകൾക്ക് അതീതമായ കാര്യമാണ്. അതൊന്നും ഇല്ലാത്തവരെ ഇങ്ങനെയൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യം. എല്ലാം എന്താ പറയുക, കഥ പറഞ്ഞ പോലെ ആയിത്തീരും. നമ്മൾ വലിയ അടിപൊളി സിനിമയെല്ലാം കണ്ടിട്ട് ടക്ക് എന്നിട്ട് തീർന്നു പോകുന്നില്ല, അതേപോലെ ക്ലൈമാക്സ് ഒക്കെ വന്നിട്ട് ഒരൊറ്റ പൊട്ടലാണ്. അതാണ്. അപ്പോൾ അതുപോലെ ആയിപ്പോകും. അതിൻ്റെ കാരണം പിന്നെ ദൈവികത എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നിർത്തുന്ന ഒരു അത്ഭുത ശക്തിയാണ്. അവനെങ്ങോട്ടേക്കാണ് അവൻ്റെ യാത്ര പോകേണ്ടത് എന്ന് ആ ഉപാസ്യ ദേവത തീരുമാനിക്കുകയാണ് ചെയ്യുക. ശരിയായ രൂപത്തിലുള്ള ഉപാസനയുള്ളവൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ വേഷം കെട്ടിയ ഉപാസകന്മാരാണെങ്കിൽ അവരുടെ കാര്യം വേറെ. അതങ്ങനെയും ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പിന്നെ ഉത്തമനും മറ്റവർ അധമനും എന്ന് പറയുകയല്ല. അങ്ങനെ ഭൂമിയിലൊരു ഉത്തമനില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. ഉത്തമന്മാരെല്ലാം കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എൻ്റെ മുഖം മുറിഞ്ഞ് എന്ന് പറഞ്ഞ വേടൻ്റെ പാട്ട് പോലെ എല്ലാവരും ഉത്തമന്മാരായിട്ട് അങ്ങ് നടിക്കൊന്നും വേണ്ട. ആരും ഉത്തമന്മാരൊന്നുമില്ല. അതൊക്കെ വെറും തോന്നലാണ്. അപ്പോൾ നമ്മൾ ഉത്തമന്മാരാകാൻ പറ്റില്ലെങ്കിലും ഇരുന്ന് അങ്ങനെ നോക്കിയാൽ മതി, അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഉത്തമരാവാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാലം അങ്ങനെയാണ്. പക്ഷെ അധമനായി പോരുത്. അതേതായാലും അവകാശപ്പെടാം, അധമനല്ല. വേറെ കൂടുതൽ അവകാശങ്ങളൊന്നും പാടില്ലല്ലോ. അപ്പോൾ ഏതായാലും ദൈവിക വിഷയത്തിൽ ഇങ്ങനെ പലതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇനിയും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ വിഷയത്തിൽ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ പറയാം. ഇന്ന് നമ്മൾ സമയം ഇവിടെ തീരുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതേപോലെ ദൈവികപരമായ പരിഹാരങ്ങൾ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള എന്ത് തരത്തിലുള്ള ചക്രമാണ് നമ്മൾക്ക് ഭവനത്തിലൊക്കെ വെക്കാൻ പറ്റുക, അത് നിശ്ചയമായിട്ട് അങ്ങനെ ചില പോസിറ്റീവ് എനർജി തരുന്ന വസ്തുക്കളും മറ്റൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ കിംപുരുഷൻ ഇങ്ങനെ ആയത് നോക്കണ്ട. അതുപോലല്ല, നല്ല ഉത്തമത്തിൽ തയ്യാറാക്കിയ സുദർശന ചക്രം, ത്രിപുരസുന്ദരി യന്ത്രം, ഇതൊക്കെ ഭവനത്തിലൊക്കെ വെക്കുന്നതൊക്കെ സൽഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വലിയ ഇതേപോലെയുള്ള വിഗ്രഹങ്ങൾ വെച്ച പോലെയുള്ള വലിയ വിധികളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ രത്നക്കല്ലുകൾ, അത് പണ്ട് മുതലേ പറഞ്ഞു വരുന്നതാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഈ പണ്ട് പുരാണകാലം മുതലേ സെമന്തകം ശ്രീകൃഷ്ണൻ കട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലിനെ കൊണ്ടൊക്കെ പറയുന്നില്ലേ. കള്ളൻ എന്ന് ശ്രീകൃഷ്ണനെ വിളിച്ചത് ഈ സെമന്തക കല്ലിനെ കൊണ്ടാണെന്നല്ലോ. അത് ശ്രീകൃഷ്ണൻ കട്ടു എന്ന് പറഞ്ഞിട്ട് ഭാഗവത്തിൽ അതും ഉണ്ടല്ലോ, കഥയുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ ആ പുരാണകാലം മുതലേ ഉണ്ട്. അത് ഇന്ദുലാലിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള സംഗതി അല്ലത്. അപ്പോൾ അങ്ങനെ രത്നക്കല്ലുകൾ, പിന്നെ ശരിയായ പോസിറ്റീവ് എനർജി കിട്ടുന്ന കല്ലുകൾ, വിദ്യയിൽ തകരാറുള്ള കുട്ടിക്ക് മരതകം, വിവാഹം നടക്കാൻ വൈരം,
അതേപോലെ ഓരോരോ ശനിദശ ദോഷത്തിന് ഇന്ദ്രനീലം ഇതൊക്കെ ധരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടവർക്കും എന്നെ ബന്ധപ്പെടാം. പിന്നെ ജ്യോതിഷ ഫലങ്ങൾ അറിയാനാണെങ്കിൽ അങ്ങനെ വരാം. ഇതൊക്കെ ഓൺലൈനിൽ അറിഞ്ഞാൽ മതിയെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പിന്നെ വാട്സാപ്പ് വഴി അയച്ച് ദക്ഷിണ ഗൂഗിൾ പേ വഴി തന്നു കഴിഞ്ഞാൽ അങ്ങനെയും പറഞ്ഞു തരും. നേരിട്ട് വരേണ്ടവർക്ക് ബുക്ക് ചെയ്തിട്ട് വരാം. എല്ലാത്തിനും ഈ നമ്പർ ഉപയോഗിക്കുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.